മക്കളെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കിഡിലൻ ഐറ്റം വെച്ചിട്ടുള്ളതാണ്, ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ ഒരു സ്വീറ്റ് പൊട്ടറ്റോ വെച്ചിട്ട് നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ടൊരു ക്രിസ്പി ബോൾസ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ സ്വീറ്റ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചക്കരവള്ളി എടുക്കുമ്പോൾ ഇതുപോലെ റോസ് കളറുള്ളത് വാങ്ങാൻ ശ്രമിക്കണം, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇനി അതൊരു കുക്കറിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഉപ്പും ഇട്ട് ഒരു 4-5 വിസിൽ നമുക്ക് പ്രഷറൈസ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് കുഴഞ്ഞ് കിട്ടണം, അതുകൊണ്ടാണ് 4-5 വിസിൽ വെക്കുന്നത്. ഇനി അതിൻ്റെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഒരു കോർക്ക് വെച്ച് ഇതുപോലെ കുത്തി നോക്കിക്കഴിഞ്ഞാൽ നല്ലോണം വെന്തിട്ടുണ്ടാവണം. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് നല്ലോണം ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. പൊട്ടറ്റോ സ്മാഷർ ഉണ്ടെങ്കിൽ വളരെ നല്ലത്. ഇപ്പോൾ നല്ല രീതിയിൽ ഞാനൊന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഞാനൊരു വലിയ സവോള കുഞ്ഞായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ പച്ചമുളക്, ഇത് കുറച്ച് എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ, റൗണ്ടായിട്ട് അരിഞ്ഞതും. പിന്നെ ഒരു കൈപ്പിടിയോളം മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി കാശ്മീരിയൻ എടുത്തിരിക്കുന്നതും അത് 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ബൈൻഡ് ചെയ്യാനായിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും അതേ അളവിൽ തന്നെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. കുഴയ്ക്കുന്ന സമയത്ത് ഉതിരുതിരിയായിട്ട് പോവുകയാണെങ്കിൽ ഒരല്പം വെള്ളം ആഡ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതൊന്ന് ചെറിയ ബോൾസായിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം, ഇതുപോലെ. അപ്പോൾ അങ്ങനെ എല്ലാ ബോൾസും നമ്മളൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറക്കാനെടുക്കാം. ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം മാത്രമേ ബോൾസ് ഇടാൻ പാടുള്ളൂ. അപ്പോൾ ബോൾസ് ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. എല്ലാ ബോൾസും ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതിയാവും. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ കളറൊക്കെ മാറി തുടങ്ങിയില്ലേ, ഇതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓയിൽ ഇടുവാണെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇപ്പോൾ നല്ലോണം മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എല്ലാ ബാച്ചും ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, ഉള്ളിലൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഇത് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല കിടിലൻ റെസിപ്പിയായി വരുന്നത് വരയ്ക്കും സ്റ്റേ ട്യൂൺ. ഹാപ്പി കുക്കിംഗ്.